ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലൂടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെട്ടു. അതിൻ്റെ സാക്ഷ്യങ്ങൾ ശ്രവിച്ച് കർത്താവിൻ്റെ നാമത്തെ നമ്മളിപ്പോൾ മഹത്വപ്പെടുത്തുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് ഷാലോമിൻ്റെ പ്ലാനിംഗ് ആൻഡ് ഔട്ട്റീച്ച് മിനിസ്ട്രിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ബ്രദർ ബിജു ദാനിയലാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 14-ാം തിരുവചനം. അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി. ദൈവത്തിന് ജനത്തോട് അനുകമ്പ തോന്നിയപ്പോൾ അവരുടെ ഇടയിലേക്ക് അവൻ സൗഖ്യം വർഷിച്ചു, അനുഗ്രഹങ്ങൾ വർഷിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം അനുകമ്പയുള്ള ദൈവമാ. ജനത്തെ സ്നേഹിക്കുന്നവനാ, ആവശ്യങ്ങൾ കണ്ടറിയുന്നവനാ. അനുഗ്രഹങ്ങൾ വർഷിച്ചത് കേൾക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവം നമ്മളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ അനുഗ്രഹത്തിൻ്റെ രാത്രിയിൽ വലിയ കൃപകൾ വർഷിക്കുന്ന സമയമാണ് സാക്ഷ്യത്തിൻ്റെ സമയങ്ങൾ. ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ നമുക്ക് കേൾക്കാം. ആദ്യത്തെ സാക്ഷ്യം അങ്കമാലിക്ക് സമീപമുള്ള മേക്കാട് നിന്നും പട്ടരമടത്തിൽ ഔസേപ്പാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ ഭാര്യ എൽസി വളരെ വർഷങ്ങളായിട്ട് പ്രമേഹത്തിനും തൈറോയിഡിനും കൊളസ്ട്രോളിനും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇതിനിടയിൽ ചിക്കൻ ഗുനിയയും പിടിപെട്ടിരുന്നു. കഷ്ടിച്ച് ദിനചര്യകൾ നടത്താമെന്നല്ലാതെ എന്തെങ്കിലും ചെയ്യാനോ നടക്കാനോ സാധിച്ചിരുന്നില്ല. 2016 ജൂൺ മാസത്തിൽ ചുമയും ശ്വാസതടസ്സവുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അല്പം ആശ്വാസം തോന്നിയെങ്കിലും രോഗം മാറിയില്ല. ഇൻസുലിൻ എടുത്തിരുന്നെങ്കിലും രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കൂടിയും കുറഞ്ഞു വരുന്നിരുന്നു. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കഴിക്കുകയും ചെക്കപ്പ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. വീട്ടിൽ മടങ്ങിയെത്തിയ ശേഷം എരിവ്, പുളി, മധുരം തുടങ്ങിയ രസങ്ങൾ അറിയുവാനുള്ള കഴിവ് നാവിന് നഷ്ടപ്പെട്ടു. സംസാരിക്കാൻ ശബ്ദം കിട്ടാതെ സംസാരശേഷി പോലും പോയി. ഇടയ്ക്കിടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും മസിൽ കയറ്റം ഉണ്ടായിരുന്നു. ശ്വസിക്കാനുള്ള പ്രയാസത്തിൻ്റെ കൂടെ ചുമയും. തൻ്റെ പ്രയാസം എന്താണെന്ന് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയും. ഈ സമയത്ത് ഡോക്ടർ പറഞ്ഞു, നല്ലൊരു ഹൃദ്രോഗ വിദഗ്ധനെ കാണണം. ഈ ആശുപത്രിയിൽ വിദഗ്ധ സേവനം ലഭ്യമല്ല, അതുകൊണ്ട് മറ്റ് ആശുപത്രിയിലേക്ക് പോവുക. ഈ സമയത്ത് ശാലോമിലേക്ക് ഞാൻ പ്രാർത്ഥനാ സഹായത്തിനായി വിളിച്ചു. ശാലോമിൽ എൻ്റെ ഫോൺ സ്വീകരിച്ച ബ്രദർ ജപമാലയും കരുണക്കൊന്തയും ചൊല്ലി പ്രാർത്ഥിക്കുവാനും നൈറ്റ് വിജിൽ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനും എന്നോട് ആവശ്യപ്പെട്ടു. 2016 ഓഗസ്റ്റ് 5-ാം തീയതി നൈറ്റ് വിജിലിലെ ആരാധനാ സമയത്ത് ഞാനൊരു അപേക്ഷ എഴുതി ടിവിയുടെ താഴെ വെച്ച് ദൈവകരുണയ്ക്കായി പ്രാർത്ഥിച്ചു. ആ സമയത്ത് അടുത്ത മുറിയിൽ ഭാര്യ ഭയങ്കരമായ ശ്വാസം മുട്ടൽ കൊണ്ട് ബുദ്ധിമുട്ടുകയായിരുന്നു. പെട്ടെന്ന് ഛർദ്ദിക്കുന്ന ശബ്ദം കേട്ടു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഭാര്യയുടെ ഛർദ്ദിലിൽ രക്തമയം കാണാനായിട്ടിടയായി. ഇതൊക്കെ കണ്ടിട്ടും എനിക്ക് ഭയമുണ്ടായില്ല. എൻ്റെ കർത്താവ് ഭാര്യയെ സുഖപ്പെടുത്തുമെന്ന് പരിപൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ആ ഛർദ്ദിക്ക് ശേഷം എൻ്റെ ഭാര്യ ആശ്വാസത്തോടെ കിടന്ന് ശ്വസിക്കാൻ തുടങ്ങി. അന്ന് അവൾ ഉറങ്ങാൻ സാധിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മറ്റൊരാശുപത്രിയിലേക്ക് പോയി ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്തു. ഇപ്പോൾ അവൾക്ക് ഷുഗറിൻ്റെ കംപ്ലൈൻറ്റ് മാത്രമാണുള്ളത്. ചെറിയ ജോലികൾ ചെയ്യാൻ സാധിക്കുന്നു, എല്ലാ രുചികളും തിരിച്ചറിയാൻ സാധിക്കുന്നു, സംസാരിക്കാൻ സാധിക്കുന്നു. ദൈവം അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിക്കുന്നവനായ ദൈവം. വിശ്വസിക്കുന്നവരോടുകൂടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. അത്ഭുതങ്ങൾ ചെയ്ത, അടയാളങ്ങൾ ചെയ്ത ആ ദൈവം ഈ രാത്രിയിൽ വീണ്ടും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് പോകുന്നു. ജനം പറയും, ഇത് അതിശയമാണ്. അതിശയമെന്ന് ജനം പറയുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തെ നമുക്ക് കരങ്ങളടിച്ച് പാട്ടുപാടി മഹത്വപ്പെടുത്താം. നന്നായി കരങ്ങളടിച്ച് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങളടിച്ച് നന്നായിട്ട് കരങ്ങളടിച്ച്. ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്തു. യേശുവാണ് പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീഴിച്ചു. ദൈവത്തിന്റെ കരത്തിൽ അവർ വസിച്ചു. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീഴിച്ചു. ദൈവത്തിന്റെ കരത്തിൽ അവർ വസിച്ചു. അതിശയമെന്ന് ജനം പറയും.
യേശു ഒരു പ്രവൃത്തി ചെയ്തു, അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്തു. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീഴിച്ചു, ദൈവത്തിന്റെ കരത്തിൽ അവർ വസിച്ചു. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീഴിച്ചു, ദൈവത്തിന്റെ കരത്തിൽ അവർ വസിച്ചു. പ്രിയമുള്ളവരെ, അടുത്ത സാക്ഷ്യം നമുക്ക് നിന്നുകൊണ്ട് കേൾക്കാം. വയനാട്ടിലെ ബത്തേരിയിൽ നിന്നും മേരിയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. കഴിഞ്ഞ 3 വർഷമായി ഞങ്ങളുടെ 2ാമത്തെ മകന് വിവാഹ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നും ശരിയായില്ല. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ശാലോം നൈറ്റ് വിജിലേക്ക് മകൻ്റെ വിവാഹം നടക്കാനുള്ള വിഷയം വെച്ചുകൊണ്ട് കത്തയച്ചു. ഏപ്രിൽ മാസത്തെ ആദ്യ വെള്ളിയാഴ്ച കത്തിന് മറുപടി ലഭിക്കുകയും അന്നത്തെ ജാഗരണ പ്രാർത്ഥനയിൽ ഞങ്ങൾ എല്ലാവരും പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അന്നത്തെ ജാഗരണ പ്രാർത്ഥനയിൽ വചനപ്രഘോഷണം നടത്തിയത് ബഹുമാനപ്പെട്ട മാത്യു നായിക്കമ്പറമ്പിൽ അച്ഛനായിരുന്നു. ശുശ്രൂഷയുടെ സമയത്ത് അച്ഛൻ പറഞ്ഞു, 4 പേരുടെ വിവാഹ തടസ്സം മാറിപ്പോകുന്നു. ഞങ്ങൾ വിശ്വസിച്ചു. അതിൽ ഒരാളാണ് ഞങ്ങളുടെ മകൻ ജെയിംസ് ആണ് എന്ന് ഞങ്ങൾ വിശ്വസിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇൻ്റർനെറ്റിലൂടെ ഒരു ആലോചന വന്നു, അന്വേഷണം നടത്തി ആ വിവാഹം ഉറപ്പിക്കുവാനായിട്ട് സാധിച്ചു. ആ കുട്ടി ഒരു ഇരട്ട കുട്ടിയായിരുന്നു. അതിൻ്റെ ഒറ്റയ്ക്ക് ഇരട്ട സഹോദരിക്ക് വിവാഹം നടക്കാത്തത് കൊണ്ട് വീണ്ടും പ്രാർത്ഥന സമർപ്പിച്ചു. ഇരട്ട കുട്ടിയുടെ വിവാഹവും ആ തടസ്സവും എടുത്തു മാറ്റി. ഒരു നൈറ്റ് വിജിൽ രാത്രിയിൽ വിവാഹ തടസ്സം മാറുവാനായി മാതാപിതാക്കന്മാർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ മകന് കടന്നു വന്ന അനുഗ്രഹത്തിലൂടെ പ്രിയമുള്ളവരെ, മറ്റൊരു കുടുംബത്തിലെ പെൺകുട്ടിയുടെ വിവാഹ തടസ്സം കൂടി കർത്താവ് എടുത്തു മാറ്റിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യന്റെ ചിന്തകൾക്കുപരിയായി പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളായിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നല്ലവനാണ്, അവൻ വല്ലഭനാണ്. കരങ്ങളടിച്ച് പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ശക്തിയായ കരങ്ങളടിച്ചുകൊണ്ട് നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയോ എന്നുമുള്ളവൻ. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയോ എന്നുമുള്ളവൻ. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഇരിക്കാം നമുക്ക്. എൻ്റെ പേര് ആൻസി. ഞാൻ താമസിക്കുന്നത് പാലായിലാണ്. എൻ്റെ കുടുംബത്തിൽ 50 ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ടായിരുന്നു. ഈ കടങ്ങൾ വീട്ടണമെങ്കിൽ പാലായിലുള്ള ഞങ്ങളുടെ 27 സെന്റ് സ്ഥലം വിൽക്കണമായിരുന്നു. അങ്ങനെ ഇരിക്കെ 2016 ഏപ്രിൽ 1-ാം തീയതി ആദ്യ വെള്ളിയാഴ്ചത്തെ നൈറ്റ് വിജിൽ കൂടുകയും പ്രാർത്ഥിക്കുകയും സഫലമായാൽ എഴുതി സാക്ഷ്യപ്പെടുത്താമെന്ന് നിശ്ചയിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി 7 വർഷമായി വിൽക്കുവാൻ സാധിക്കാതിരുന്ന സ്ഥലം വിൽക്കുവാൻ സാധിച്ചു. കടബാധ്യത വീട്ടാനുള്ള പണം ദൈവത്തിൻ്റെ കൃപാവരത്താൽ ലഭിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നാളുകളായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് നിറവേറാത്ത കാര്യങ്ങൾ ദൈവം നിവർത്തിക്കുന്ന അത്ഭുതങ്ങളുടെ രാത്രിയിലാണ് നമ്മളായിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 7 വർഷമായി ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കടബാധ്യതയാൽ വലഞ്ഞുകൊണ്ടിരുന്നു. ദൈവം അത്ഭുതം ചൊരിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ അബ്രഹാമിന്റെ ദൈവമാണ്, അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. വീണ്ടും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ? അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ? ചെങ്കടലിലും വഴി തുറക്കാൻ അവനെന്നും ശക്തനല്ലയോ? ചെങ്കടലിലും വഴി തുറക്കാൻ അവനെന്നും ശക്തനല്ലയോ? പ്രിയമുള്ളവരെ, അടുത്ത സാക്ഷ്യം ചിക്കാഗോയിൽ നിന്നാണ്, അമേരിക്കയിൽ. ഐ ആം ജിജ സജി ജോർജ്.
We had been married for 8 years and we didn't have kids. We went to many doctors. And allopathic doctors told nothing was wrong with me or my husband. One of my cousins, who is a gynecologist, suggested us to watch Shalom TV program. We didn't have Shalom channel in our cable, so we changed our cable network and started watching Shalom program and Night Vigil. By God's grace, with no treatments, I became pregnant. Now my son is 3 years. Again, I am carrying and now 4 months. Now also we are continuing to watch Shalom Night Vigil. പ്രിയമുള്ളവരെ, ചിക്കാഗോയിൽ നിന്നാണ് 8 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇവരുടെ കുടുംബത്തിലെ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞു, നിങ്ങൾ ശാലോം നൈറ്റ് വിജിൽ കാണുക, ശാലോം കാണുക. ഇവരുടെ വീട്ടിൽ ശാലോം കേബിൾ ഉണ്ടായിരുന്നില്ല. ഇവർ കേബിൾ ചേഞ്ച് ചെയ്ത് ശാലോമിന്റെ കണക്ഷൻ എടുത്തു. നൈറ്റ് വിജിൽ പ്രാർത്ഥന കാണാനായിട്ട് തുടങ്ങി. അത്ഭുതം എന്ന് പറയട്ടെ, ഇവർക്ക് ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തു. ഇന്ന് ആ കുഞ്ഞിന് 3 വയസ്സ്. ഹല്ലേലൂയ. വീണ്ടും ഇതാ സഹോദരി ഗർഭിണിയായിരിക്കുന്നു. ഇത് അവൾക്ക് 4ാം മാസമാണ്. ദൈവം അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരമുണ്ട്. തീർച്ചയായും പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരമുണ്ട്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന്റെ മുൻപിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഒന്ന് ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാക്കു പറഞ്ഞവർ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. എൽസി ലിയോപോൾഡിന്റെ സാക്ഷ്യം കേൾക്കാം. എൻ്റെ മകൻ ജിൽസൺ 10ാം ക്ലാസ്സിൽ പഠനകാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ട്യൂഷനും പോകാതെ സന്ധ്യയാകുമ്പോൾ പുറത്തുപോയി കമ്പനി കൂടി ഇരിക്കുക പതിവായി. പറഞ്ഞാൽ അനുസരിക്കാത്തത് കൊണ്ട് അപ്പച്ചൻ അവനെ വഴക്ക് പറയുകയും കുടുംബത്തിൽ ഭിന്നിപ്പുണ്ടാവുകയും ചെയ്തുകൊണ്ടിരുന്നു. അവൻ SSLC പരീക്ഷ എഴുതുക പോലുമില്ല എന്നുള്ള വിചാരം എൻ്റെ ഉള്ളിൽ അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും പ്രശ്നം വഷളാണ്, വീട്ടിൽ സമാധാനമില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ ശാലോം TVയിലെ നൈറ്റ് വിജിലേക്ക് 2016 ഫെബ്രുവരി ആദ്യം ഫോണിൽ വിളിക്കുകയും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഫലമായി 2 ദിവസം കഴിഞ്ഞപ്പോൾ മകൻ ട്യൂഷന് പോകുവാനും പഠിക്കുവാനും തുടങ്ങി. അത് മാസാദ്യ വെള്ളിയാഴ്ചയായിരുന്നു. ഞാൻ അന്നത്തെ നൈറ്റ് വിജിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്തു. വലിയ ദൈവാനുഗ്രഹത്താൽ എൻ്റെ മകൻ 2016 മാർച്ച് മാസം SSLC പരീക്ഷ എഴുതുകയും 61% മാർക്കോടുകൂടി പാസ്സാവുകയും ചെയ്തു. ദൈവം എനിക്ക് ചെയ്ത ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു യുവാവ് വഴിതെറ്റിപ്പോയി. അവൻ കൂട്ടുകാരനോട് അപസഞ്ചാരത്തിന് പോയിക്കൊണ്ടിരുന്നു. വീട്ടിൽ പ്രശ്നങ്ങളായിക്കൊണ്ടിരുന്നു. ശാലോമിനെ നൈറ്റ് വിജിലേക്ക് വിളിച്ചു പറഞ്ഞു, പ്രാർത്ഥിച്ചു. കണ്ണുനീരോടുകൂടി ഒരു അമ്മ ടിവിയുടെ മുൻപിൽ നിന്ന് പ്രാർത്ഥിച്ചു. ദൈവം ആ കുടുംബത്തിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടയിലുള്ള എല്ലാ യുവജനങ്ങളെ നമുക്ക് സമർപ്പിക്കാം. വഴിതെറ്റിപ്പോയവരെ സമർപ്പിക്കാം. അനുസരണം കെട്ട മക്കളെ സമർപ്പിക്കാം. കർത്താവേ, ഈ രാത്രിയിൽ അനുസരണത്തിന്റെ ഫലങ്ങൾ നൽകിക്കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളുടെ യുവജനങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ മക്കളെ നേരെ വഴിക്ക് നയിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ കരുതുന്നവനാണ്, അവൻ കരുതുന്നവനാണ്. ആ ദൈവത്തിന് മുൻപിലാണ് നമ്മളായിരിക്കുന്നത്. നമുക്ക് വീണ്ടും പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെ പോലോ മരിക്കും സ്നേഹം. ഹല്ലേലൂയ. ആരും കൊതിക്കും നിന്റെ സ്നേഹം, തീർച്ചയായും അമ്മയെ പോലോ മരിക്കും സ്നേഹം. കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാലിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ. നാഥാ, നിന്നെ എന്നും വാഴ്ത്തിടാം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെ പോലോ മരിക്കും സ്നേഹം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെ പോലോ മരിക്കും
സ്നേഹം. ഇംഗ്ലണ്ടിൽ നിന്നും ലിജോ രമ്യ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു. ഞങ്ങളുടെ 2.25 വയസ്സ് പ്രായമായ മകൾ അമിലിയ മരിയ കഴിഞ്ഞ ഓഗസ്റ്റിൽ 2015 കിഡ്നിക്ക് ക്യാൻസറായി കണ്ടുപിടിക്കപ്പെട്ടു. ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്ത് കിഡ്നി മാറ്റണം എന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്ത് ഒരു കിഡ്നി മാറ്റി. എന്നിട്ടും ഈ കുഞ്ഞിന് സുഖം കിട്ടിയില്ല. 9 മാസത്തെ കീമോതെറാപ്പി കൊടുക്കണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. കീമോയും കൊടുത്തുകൊണ്ടിരുന്ന ഈ 9 മാസക്കാലവും ഈ കുഞ്ഞ് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ശരീരം ഒത്തിരി ക്ഷീണിക്കുകയും ചെയ്തു. കുഞ്ഞിൻ്റെ കഷ്ടപ്പാട് കണ്ട് ഞങ്ങൾക്ക് വീട്ടുകാർക്ക് ഭയങ്കര വിഷമമായി. ഞങ്ങളെല്ലാവരും ശാലോം നൈറ്റ് വിജിൽ പ്രാർത്ഥനാ ടീമിൻ്റെ പ്രാർത്ഥന പലതവണ യാചിച്ചു. കുട്ടി സുഖം പ്രാപിച്ചാൽ സാക്ഷ്യപ്പെടുത്താമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. 9 മാസത്തെ കീമോതെറാപ്പി കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്യുവാനായി പോയി. അതായത് 2016 സെപ്റ്റംബർ മാസത്തിൽ. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു കുഞ്ഞ് പരിപൂർണമായി സൗഖ്യപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. 2.25 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ കിഡ്നിക്ക് ക്യാൻസർ. പ്രിയമുള്ളവരെ, മരുന്നോ ലേപന വിശുദ്ധമല്ല, ദൈവത്തിന്റെ വചനമാണ് സൗഖ്യം നൽകുന്നത്. അവർ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു. അവർ മരുന്നും കൊടുത്തു. ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി ഇറങ്ങി വന്ന് ഈ കുഞ്ഞിനെ പരിപൂർണമായി സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുതുന്നവനായ ദൈവത്തിന്റെ സന്നിധിയിലാണ് ഈ രാത്രിയിൽ നമ്മളായിരിക്കുന്നത്. ദൈവത്തെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. പെരുമ്പാവൂരിൽ നിന്നും സിസി ബൈജു ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു. ഞങ്ങളുടെ വീട് പെരുമ്പാവൂരിനടുത്ത് ഒക്കൽ എന്ന സ്ഥലത്താണ്. ഞങ്ങളുടെ ഇളയ മകൾ ഡോണ കാനഡയിൽ PGക്ക് പഠിക്കുന്നു. 2 വർഷത്തെ കോഴ്സാണ്. ആദ്യ വർഷത്തിൽ ഒരു പേപ്പർ കിട്ടിയിട്ടില്ലായിരുന്നു. ഒരു തവണ കൂടി എഴുതിയെങ്കിലും അതിലും ജയിക്കാനായില്ല. വീണ്ടും ഈ പരീക്ഷ എഴുതുന്നത് ഒക്ടോബർ 7-നായിരുന്നു. തലേ ദിവസം ഞങ്ങളോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പരീക്ഷ എഴുതി. ഒരു പ്രാവശ്യം പരീക്ഷ എഴുതുന്നതിന് 50,000 രൂപ ഫീസ് കെട്ടിവെക്കണം. ഈ സമയത്ത് ശാലോം നൈറ്റ് വിജിലിലേക്ക് ഞങ്ങൾ പ്രാർത്ഥനാ സഹായം ചോദിച്ചു. 7-ാം തീയതി കാര്യം പറഞ്ഞു. 7-ാം തീയതി നൈറ്റ് വിജിൽ കാണുന്ന സമയത്ത് അവർ പരീക്ഷ നടക്കുന്ന 7-ാം തീയതി നൈറ്റ് വിജിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ നൈറ്റ് വിജിലിൽ ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. CAക്ക് പഠിച്ചിരുന്ന ഒരു മകളുടെ സാക്ഷ്യം കേൾക്കാനിടയായി. 2 തവണ എഴുതിയിട്ടും പാസ്സാകാതിരുന്ന ആ മകൾ നൈറ്റ് വിജിലിലേക്ക് പ്രാർത്ഥനാ സഹായം യാചിച്ച് സാക്ഷ്യപ്പെടുത്താമെന്ന് തീരുമാനിക്കുകയും അത്ഭുതകരമായി വിജയിക്കുകയും ചെയ്തതിൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ ഞങ്ങളും ഈശോയോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങളുടെ ഡോണയ്ക്ക് വിജയം ലഭിക്കുകയാണെങ്കിൽ ആ മകളുടെ സാക്ഷ്യം കേട്ടതുപോലെ ഞങ്ങളും ഞങ്ങളുടെ മകളുടെ വിജയത്തിന്റെ കഥയും നൈറ്റ് വിജിലൂടെ സാക്ഷ്യപ്പെടുത്തും. ഹല്ലേലൂയ. അത്ഭുതമെന്ന് പറയട്ടെ, 2 പ്രാവശ്യം എഴുതിയിട്ട് പരാജയപ്പെട്ട ഡോണ നൈറ്റ് വിജിൽ പ്രാർത്ഥനയുടെ പിറ്റേന്ന് നടന്ന പരീക്ഷയിൽ അത്ഭുതകരമായി ദൈവം അവളെ വിജയിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കാക്കയെ അയച്ചാഹാരം തരുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളായിരിക്കുന്നത്. മനുഷ്യൻ വിചാരിക്കുന്ന രീതിയിലൂടെയാണ് കർത്താവിനെ നയിക്കുന്നത്. ദൈവം അത്ഭുതകരമായ വഴികളിലൂടെ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ആഹാരം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കി തരും യേശു മതിയായവൻ. ആഹാരം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കി തരും യേശു മതിയായവൻ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ രാത്രിയിൽ ഇവിടെ ഒരുമിച്ച് കൂടുവാൻ, അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ, ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ കൃപകൾ നമ്മുടെ ഭവനങ്ങളിലേക്ക് സ്വീകരിക്കുവാൻ ദൈവം അനുവദിച്ചത് ശാലോം ശുശ്രൂഷകളിലൂടെയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ സമയത്ത് ശാലോമിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളാണ് ശാലോമിൻ്റെ വില. നമ്മുടെ പ്രാർത്ഥനകളാണ് ശാലോമിൻ്റെ അനുഗ്രഹം.
ശാലോമിനെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രാർത്ഥനകളിലൂടെയാണ്. നിങ്ങളെ പോലെയുള്ള അനേകം വ്യക്തികളുടെ ത്യാഗ നിർഭരമായ പ്രാർത്ഥനകളാണ് ശാലോമിൻ്റെ അടിത്തറ ഉറപ്പിച്ചിരിക്കുന്നത്. വേറെ ഒരു കാര്യവും ഈ ശുശ്രൂഷയുടെ അടിസ്ഥാനത്തിലില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലാം. കർത്താവായ ഈശോയേ, ഈ നൈറ്റ് വിജിൽ രാത്രി ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഓ കർത്താവേ, നൈറ്റ് വിജിൽ പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂടുവാൻ, അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ, കൃപകൾ പ്രാപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ ഈശോയേ, കർത്താവായ ഈശോയേ, കർത്താവായ ഈശോയേ, അവിടുത്തെ ശാലോമിനെ അനുഗ്രഹിക്കണമേ, ശാലോമിനെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ ഉണർവോടെ അനുഗ്രഹത്തിനായി, സൗഖ്യത്തിനായി, വിടുതലിനായി കാത്തിരിക്കുന്ന എല്ലാ ഭവനങ്ങളിലേക്കും, എല്ലാ വ്യക്തികളിലേക്കും അവിടുത്തെ കൃപകൾ അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാലോമിന്റെ നേതൃത്വത്തെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ശാലോം മാസിക അനുഗ്രഹിക്കണമേ, സൺഡേ ശാലോം പത്രത്തെ അനുഗ്രഹിക്കണമേ, ശാലോം ടൈഡിങ്സിനെ അനുഗ്രഹിക്കണമേ, ശാലോമിന്റെ തമിഴ് മാസിക അനുഗ്രഹിക്കണമേ, ശാലോമിന്റെ ജർമ്മൻ മാസിക അനുഗ്രഹിക്കണമേ. ഓ കർത്താവായ ഈശോയേ, ശാലോമിന്റെ ഇംഗ്ലീഷ് ചാനലായ ശാലോം വേൾഡിനെ അനുഗ്രഹിക്കണമേ. ഓ കർത്താവേ, അമേരിക്കയിലെ ശാലോമിന്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. ഇംഗ്ലണ്ടിലെയും യൂറോപ്പിലെയും ഓസ്ട്രേലിയയിലെയും മിനിസ്ട്രികളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സോഫിയ പബ്ലിക്കേഷൻസിനെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ രാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി പുതിയ അനേകം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുവാൻ സോഫിയയെ അനുഗ്രഹിക്കണമേ. ഇടവകകളെ ബലപ്പെടുത്തുവാൻ, നവീകരിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ ശാന്തിവാഹിനി ശുശ്രൂഷയെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാലോമിനെ സഹായിക്കുന്ന എല്ലാ ശാലോം പീസ് ഫെലോഷിപ്പ് അംഗങ്ങളെയോ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ഓ കർത്താവേ, ശാലോമിന്റെ ചാനൽ സൗജന്യമായി വിതരണം ചെയ്യുന്ന എല്ലാ DTH കമ്പനികളെയോ എല്ലാ കേബിൾ ഓപ്പറേറ്റേഴ്സിനെയോ അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു വരണമേ. ശാലോമിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഏജന്റുമാരെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ഇതാ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ആയിരിക്കുന്നു. ഞങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 റൂഹായേ വരേണമേ, അഭിഷേകം ചെയ്യണമേ. നമ്മൾ ഉയർത്തിയ എല്ലാ പ്രാർത്ഥനകളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. വരേണമേ, അഭിഷേകം ചെയ്യണമേ. ചേർന്ന് പാടാം എല്ലാവരും ചേർന്ന്. റൂഹായേ വരേണമേ, അഭിഷേകം ചെയ്യണമേ. കരനയാതിൽ അവസരം പിടിച്ചുകൊണ്ട് റൂഹായേ വരേണമേ, അഭിഷേകം ചെയ്യണമേ. അമ്മേ മാതാവേ, ശാലോമിനെ ഒരിക്കൽ കൂടി അമ്മയുടെ മുമ്പിൽ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. അമ്മ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ അങ്ങ് സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഒരു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ.